Hey Siri, അല്ല hey Siri അല്ല. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രാവൽ വ്ലോഗ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പ്രാഡോയിൽ ചെയ്തേക്കുന്ന അത്യാവശ്യത്തിനുള്ള മോഡിഫിക്കേഷൻസ്. അത്യാവശ്യത്തിനല്ല, ആവശ്യത്തിനുള്ള മോഡിഫിക്കേഷൻസ്. അത് മാത്രമല്ല, UAE അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ജബൽ ജേസിന് അടുത്തുള്ള ഒരു കിഡിലൻ ഓഫ് റോഡ് ഡ്രൈവ്. ഏർലി മോർണിംഗ് 4 മണിക്കാണ് നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ദിവസങ്ങളിൽ എണീക്കാൻ മടിയാണെങ്കിലും ഡ്രൈവുള്ള ദിവസങ്ങളിൽ ഒരു മടി ഉണ്ടാകാറില്ല. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് പെട്രോൾ പമ്പിലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് പെട്രോൾ അടിച്ചു. ഇനി നമുക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള സ്നാക്സും വാങ്ങണം. നമുക്ക് എല്ലാവർക്കും കാണും ഒരു കൂട്ടുകാരൻ, നമ്മുടെ അതേ വേവ് ലെങ്ത്തുള്ള അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ് ഇത്. അവനാണ് ഈ സാധനങ്ങളായിട്ട് വരുന്നത്. ഇവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുകാരൻ. ഇവൻ്റെ പേര് റെണ്ണു വിനോദ്, എൻ്റെ പേര് നിതിൻ വിനോദ്. പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇവൻ എൻ്റെ മൂത്ത ചേട്ടനാണോ എന്ന്. പക്ഷേ അല്ല, ഹീസ് മൈ ബ്രദർ ഫ്രം അനദർ മദർ ആൻഡ് ഫാദർ. അങ്ങനെ ആവശ്യത്തിനുള്ള പെട്രോൾ അടിച്ചു, സാധനങ്ങൾ വാങ്ങിച്ചു, നമ്മുടെ യാത്ര തുടരുകയാണ്. ആഫ്റ്റർ 1 hour ഡ്രൈവ് നമ്മൾ റാസൽ ഖൈമയിലെത്തി. ഗോൾഡൻ അവർ ടൈം ആയ കാരണം തന്നെ ലാൻഡ്സ്കേപ്പ് ആണ് നല്ല രസമായിരുന്നു. ഇനി നമുക്ക് പ്രാഡോയിൽ ചെയ്തേക്കണ അപ്ഗ്രേഡ്സ് കാണാം. അത്യാവശ്യത്തിനല്ല, ആവശ്യത്തിനുള്ള മോഡിഫിക്കേഷൻസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ടയർ. അപ്പോൾ നമ്മൾ അലോയും ടയറും മാറ്റിയിട്ടുണ്ട്. അലോയ് മെത്തേഡിൻ്റെ അലോയിന് ഇട്ടേക്കണം. ടയർ ജിയോലാൻ്റെ ഡിസ്കവർ 83. ഡെസേർട്ടിൽ പോകുമ്പോഴും ഓഫ് റോഡ് പോകുമ്പോഴും ഏറ്റവും എസെൻഷ്യലായ സാധനമാണ് സ്കിഡ് പ്ലേറ്റ്. സോ ഇതിൽ ഞാൻ 10mm അലുമിനിയം സ്കിഡ് പ്ലേറ്റ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ റേഡിയേറ്റർ, ട്രാൻസ്ഫർ കേസ്, എൻജിൻ, സ്റ്റിയറിംഗ് ആൻഡ് ഫ്രണ്ട് ഡിഫറൻഷ്യൽ കമ്പോണൻസും. പിന്നെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച 2 ലൈറ്റ്സ് ആണ്, വിത്ത് നമ്പർ പ്ലേറ്റ് ഹോൾഡറിനൊപ്പം കൂടി വെച്ച ലൈറ്റ്സ്. പിന്നെ ഇത് ചെയ്തേക്കുന്നത് ബമ്പർ ചോപ്പിംഗ് ആണ്. ഫ്രണ്ട് ബമ്പർ ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. കമ്മിങ് ടു ദ ബാക്ക്, ഇവിടെ ബമ്പർ ചോപ്പ് ചെയ്തിട്ടില്ല അല്ലേ? ഇവിടെ ബമ്പർ ചോപ്പ് ചെയ്തിട്ടില്ല, ബാക്കിൽ ബമ്പർ ചോപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഫ്ലാറ്റ് ബോൾ മൗണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ട്രാക്ഷൻ പ്ലേറ്റ്സ് എന്ന് പറയുന്ന സാധനം. ഇതിപ്പോൾ ഡെസേർട്ടിലൊക്കെ കുടുങ്ങുകയാണെങ്കിൽ മണ്ണിൽ താഴുമ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഗ്രിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ട്രാക്ഷൻ പ്ലേറ്റ്സ് എന്ന് വിളിക്കണം. അത് കാരണം വെറുതെ റിയർ ടയറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ഏറ്റവും കോസ്റ്റ്ലി അപ്ഗ്രേഡ് എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. സോ ഫ്രണ്ടിലെ സസ്പെൻഷൻ മൊത്തത്തിൽ മാറ്റി ഫോക്സിൻ്റെ സസ്പെൻഷനും എയ്ബാക്കിൻ്റെ സ്പ്രിങ്സും അപ്പർ കൺട്രോളാം ഹാർഡ് റേസ് എന്ന ബ്രാൻഡിൻ്റെ അപ്പർ കൺട്രോളാമാണ് ഇട്ടേക്കുന്നത്. ബാക്കിൽ ഫോക്സിൻ്റെ ഷോക്സും. സ്പ്രിങ് ഇപ്പോഴും സ്റ്റോക്ക് പ്രാഡോയുടെ സ്പ്രിങ്സിനാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ബേസിക്കലി ഓഫ് റോഡിങ്, അത്യാവശ്യം ഓഫ് റോഡ് പോകാനും ആവശ്യത്തിന് ഓഫ് റോഡ് പോകാനും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് പെയിന്റിങ് മാത്രമേ ചെയ്യാവുള്ളൂ. പെയിന്റിങ് ഗ്രാഫിക്സ് ആണെങ്കിൽ ഞാൻ അടുത്ത് ചെയ്യാവുള്ളൂ. ഇന്നത്തെ ട്രെയിൽ അത്യാവശ്യം റഫ് ടെറൈൻ ആയതുകൊണ്ട് തന്നെ ടയറിലെ എയർ പ്രഷർ നല്ല രീതിയിൽ കുറയ്ക്കണം. ഇത് എന്തിനാ കുറയ്ക്കണമെന്ന് വെച്ചാൽ ഒരു ഷാർപ്പ് കല്ലുമ കയറിയ ടയർ പൊട്ടാണ്ടിരിക്കാനും കൂടുതൽ ട്രാക്ഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ ലൊക്കേഷൻ ഏതാ? ഇത് റാസൽ ഖൈമയിലെ ബോർഡർ. എവിടെയോ? ഒമാൻ റാസൽ ഖൈമ ബോർഡർ. പോവാം. അങ്ങനെ LR4ൻ്റെ ബാക്കിൽ DJI Action 6 മൗണ്ട് ചെയ്ത് ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇരുവശത്തും അമ്പര ചുംബികളായ മലനിരകളായിരുന്നു. UAE ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രെയിനിൽ ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഏകദേശം ഒരു ലേ ലഡാക്കിൻ്റെ സാദൃശ്യം വളരെയധികം തോന്നിയിരുന്നു. ഈ ട്രെയിൽ ഒരു കാറിന് പോകാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 10-20 ഹെയർ പിൻ ടേണുകളുണ്ട്. ആ ഹെയർ പിൻ ടേണുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടേണും അതിനൊപ്പം തന്നെ ഗ്രേവലുമാണ്. അപ്പോൾ ട്രാക്ഷൻ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെ ടയറും ഓൾ ടെറൈൻ ടയർ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. LR4ഉം പ്രാഡോവും ഓഫ് റോഡിങ് നല്ല കേപ്പബിളാണ്. സോ അതുകൊണ്ട് വളരെ ഈസി ആയിട്ടായിരുന്നു ഞങ്ങൾ 2 പേരും ഈ ട്രെയിൽ കോൺക്വർ ചെയ്തത്. ഹായ് ഗൈസ്. സോ നമ്മളങ്ങനെ ഒരു മലയുടെ മേലെ എത്തിയേക്കാണ്. റാസൽ ഖൈമ ജബൽ ജേസിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങി ഏകദേശം ഇപ്പോൾ ഒമാൻ മുസണ്ടം ബോർഡറിലാണ് ഈ മല നിൽക്കുന്നത്. മോർ ദാൻ 1000 മീറ്റർ അബോവ് സീ ലെവലായിരുന്നു. ഏകദേശം 11 ആയപ്പോൾ ഞങ്ങൾ താഴേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി.
താഴേക്ക് ഡിസെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കുറവ് മാത്രം ബ്രേക്ക് ഉപയോഗിച്ച് ലോ ഗിയറിൽ വേണം ഇറങ്ങാൻ. ബ്രേക്ക് ചവിട്ടി താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ താഴെ എത്തിനായിട്ട് മുമ്പ് ബ്രേക്ക് ഫെയിൽ ആവും, വിച്ച് ഈസ് വെരി ഡേഞ്ചറസ്. സോ ലോ ഗിയർ ഇടുക, പയ്യെ ഇറങ്ങി വരാം. ഇതേപോലെ ഇപ്പോൾ ലോ ഗിയറിലിട്ടിട്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ഇരിക്കുക. അപ്പോൾ അങ്ങനെ പയ്യെ ഇറങ്ങി വന്നോളും. LR4-ൽ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഉണ്ട്. പുതിയ കുറേ വണ്ടികൾ അത് വരുന്നുണ്ട്. സോ നമുക്കതില്ലാത്തതുകൊണ്ട് മാനുവലി ലോ ഗിയർ ഇട്ടിട്ട് പയ്യെ വരണം. എനിക്കെപ്പോഴും ക്ലൈമ്പിനായിട്ടും കൂടുതൽ പേടി തോന്നുന്നത് താഴേക്ക് ഇറങ്ങുമ്പോഴാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും കൂടുതൽ എക്സൈറ്റിംഗ് കണ്ടൻ്റായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഇസ് അബൌട്ട് ബൈക്സ്. സോ ആ വീഡിയോയിൽ കാണാം. ബൈ.